ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് ബ്രാൻഡ് ഏതാണ്? ഒട്ടുമിക്ക എല്ലാ ആളുകളും കോമൺ ആയിട്ട് റോളക്സ് എന്നേ പറയുള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ചുകളെ കുറിച്ചുള്ള ഒരു പട്ടികയാണ്. ഈ പട്ടികയിൽ വെറും 6ാം സ്ഥാനത്ത് മാത്രമേ റോളക്സ് വരുന്നുള്ളൂ. നമുക്ക് കേട്ടു നോക്കാം ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് ബ്രാൻഡുകളെ കുറിച്ച്. 10ാം സ്ഥാനത്ത് ഏലാങ് ആൻഡ് സോൺ. ഏലാങ് ആൻഡ് സോൺ എന്ന് പറയുന്ന ഈ ഒരു വാച്ച് ബ്രാൻഡ് ജർമ്മൻ മെയ്ഡാണ് കേട്ടോ. ജർമ്മൻ മെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു വാച്ച് കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവരുടെ കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ്. അത്ര കണ്ട് എല്ലാ ആളുകൾക്കും ഒന്നും ഇതിന്റെ ഡിസൈൻ മനസ്സിലാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നതിലേക്ക് വെച്ച് ഏലാങ് ആൻഡ് സോണിന്റെ ഏറ്റവും വില കൂടിയ വാച്ച് എന്ന് പറയുമ്പോൾ ഡേറ്റോഗ്രാഫ് പെർപെച്വൽ ടർബിലോൺ എന്ന് പറയുന്ന മോഡലാണ്. ഇതിന്റെ ഒരു വില എന്ന് പറയുന്നത് 1,89,00,000 രൂപയാണ്. 10ാം സ്ഥാനത്തുള്ള വാച്ച് തന്നെ 1 കോടി രൂപ. 9ാം സ്ഥാനത്ത് ഗ്രൂബൽ ഫോർസെ. ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഡിസൈനൊക്കെയുള്ള, അതായത് ക്രോണോഗ്രാഫ് പോലത്തെ നല്ല നല്ല ഡയലും കാര്യങ്ങളും ഒക്കെയുള്ള വാച്ചുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബ്രാൻഡാണ് ഒരു ഗ്രൂബൽ ഫോർസെ എന്ന് പറയുന്നത്. ഇപ്പോൾ വിപണിയിൽ ഇറങ്ങുന്നതിലേക്ക് വെച്ച് ഗ്രൂബൽ ഫോർസയുടെ ഏറ്റവും വില കൂടിയ വാച്ച് എന്ന് പറയുമ്പോൾ GMT ടർബിലോൺ ആന്ത്രസൈറ്റ് എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു വാച്ചിന്റെ വില 2 കോടി രൂപയാണ്. 2 കോടി രൂപ വില വരുന്ന ഈ ഒരു വാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് റോസ് ഗോൾഡിൽ അവൈലബിൾ ആണ് ഇതിന്റെ ഡയല്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ അകത്ത് ഒരു ടെറസ്ട്രിയൽ ഗ്ലോബ് ഉണ്ട്. ഈ ഒരു വാച്ചിന്റെ ഉള്ളിൽ ഒരു ടെറസ്ട്രിയൽ ഗ്ലോബ് ഉണ്ട്. ആ ഗ്ലോബിന്റെ സഹായത്തോടു കൂടി ലോകത്തിലെ എല്ലാ സ്ഥലത്തെയും സമയം നമുക്ക് അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, അത് ആ വാച്ച് ഉപയോഗിക്കുന്ന ആളുകൾക്കേ അറിയത്തുള്ളൂ. പിന്നെ ഇതിന്റെ ക്ലാസിക് ബ്ലാക്ക് സ്ട്രാപ്പ്. ഈ ഒരു മോഡലിന്റെ പേര് റോയൽ ബ്ലൂ ടർബിലോൺ പ്ലാറ്റിനം എന്നാണ്. 2,28,00,000 രൂപയാണ് ഈ ഒരു വാച്ചിന്റെ വില. എന്നാലും അത്രയും വില വരാനായിട്ടുള്ള കാരണം എന്താണ്? അതിന്റെ കാരണം വേറൊന്നുമില്ല, ഇതിന്റെ ഗ്ലാസ് ഉണ്ടല്ലോ, സഫയർ ഗ്ലാസ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സ്ട്രാപ്പ് സാധാരണ സ്ട്രാപ്പല്ല, ക്രോക്കഡൈൽ സ്ട്രാപ്പാണ്. അതുപോലെ തന്നെ കുറച്ച് അഹങ്കാരത്തിന് അകത്ത് കുറച്ച് ഡയമണ്ട്സും കൂടെ ഉണ്ട്. അടുത്തത് സെലിബ്രിറ്റികളുടെ ലോകത്തിൽ വാച്ചുകളിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകൾ ഉറപ്പായിട്ടും കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഓഡേമാർസ് പിഗറ്റ്. നീണ്ട 180 വർഷങ്ങളുടെ പാരമ്പര്യമാണ് ഓഡേമാർസ് പിഗറ്റിനുള്ളത്. അപ്പോൾ ഇതിന്റെ വാച്ചുകളിലേക്ക് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് മോഡൽ ഏതാണെന്നറിയോ? റോയൽ ഓക്ക് ഓഫ്ഷോർ ക്രോണോഗ്രാഫ് എന്നാണ്. അപ്പോൾ ഇതിന്റെ ഒരു വില എന്ന് പറയുന്നത് ഏകദേശം 3,53,00,000 രൂപ വില വരുന്നുണ്ട്. 6ാം സ്ഥാനത്ത് വാച്ചുകളുടെ രാജാവായ റോളക്സ് തന്നെയാണ്. റോളക്സിനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ റോളക്സിന്റെ മോഡൽസിലേക്ക് വെച്ച് ഏറ്റവും വില കൂടിയ മോഡൽ എന്ന് പറയുന്നത് ഏകദേശം 3,73,00,000 രൂപ വില വരുന്നൊരു മോഡലാണ് കേട്ടോ. കോസ്മോഗ്രാഫ് ഡേറ്റോണ എന്നാണ് ഈ ഒരു വാച്ചിന്റെ മോഡൽ നെയിം എന്ന് പറയുന്നത്. അടുത്തത് ജാക്കറ്റ് ഡ്രോസ്. ജാക്കറ്റ് ഡ്രോസ് എന്ന് പറയുന്ന ഈ ഒരു വാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സമയം നോക്കാനുള്ള വാച്ച് കൊണ്ട് നടക്കുന്നു എന്നതിലുപരി ഒരു ആർട്ട് കൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും, അതുപോലെയാണ് ഈ ഒരു ജാക്കറ്റ് ഡ്രോസ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത. കാരണം ഇവരെന്ന് പറയുമ്പോൾ ഒരു വാച്ചിലെ ഒരു ആർട്ടിസ്റ്റിക് ഫിനിഷിങ്ങിന് ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ വാച്ചുകൾക്കിടയിലെ ആർട്ടിസ്റ്റ് എന്ന് വേണേൽ നമുക്ക് ഈ ഒരു ജാക്കറ്റ് ഡ്രോസ് കമ്പനിയെ പറയാം. കാരണം ജാക്കറ്റ് ഡ്രോസ് കമ്പനിയുടെ ഏറ്റവും എക്സ്പെൻസീവ് മോഡൽ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ഒരു വാച്ചിൻ്റെ ഡയലിൻ്റെ അകത്ത് ചെറിയൊരു പോർഷനിൽ മാത്രമേ സമയം കാണാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത്രയും ഡിസൈനിങ് ആണ്. ആ ഒരു മോഡലിൻ്റെ പേരെന്ന് പറയുന്നത് ട്രോപ്പിക്കൽ ബേർഡ് റിപ്പീറ്റർ എന്നാണ്. ഇതിൻ്റെ വില 4,96,00,000 രൂപയാണ്. പിന്നെ ഈ ഒരു വാച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയൊരു ഭാഗം മാത്രമേ വാച്ചിൻ്റെ സമയം നോക്കാൻ കാണുന്നുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അത്രയും ഡിസൈനിങ് ആണ്. വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിനിഷിങ് ഈ ഒരു വാച്ചിന്റെ ഡയലിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സ്ട്രാപ്പ് എന്ന് പറയുമ്പോൾ സാധാരണ ലെതറല്ല, ക്രോക്കഡൈൽ സ്ട്രാപ്പാണ്. അടുത്തത് വെച്ചറോൺ കോൺസ്റ്റന്റീൻ. വാച്ചുകളുടെ ലോകത്തിൽ, അതായത് സ്വിറ്റ്സർലൻഡ് മെയ്ഡ് വാച്ചുകളുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പഴക്കം ചെന്ന ആളുകളിൽ ഒരാളാണ് ഈ ഒരു വെച്ചറോൺ കോൺസ്റ്റന്റീൻ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം വെച്ചറോൺ കോൺസ്റ്റന്റീൻ മാനുഫാക്ചർ ചെയ്തിട്ടുള്ള വാച്ചുകൾ ഉപയോഗിച്ചിട്ടുള്ള ആളുകളിൽ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ആളുകളുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ നെപ്പോളിയൻ ബോണാപാർട്ട് സഹിതം ഈ ഒരു ബ്രാൻഡിന്റെ വാച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രസന്റ്ലി വെച്ചറോൺ കോൺസ്റ്റന്റീന്റെ ഏറ്റവും വില കൂടിയ വാച്ച് എന്ന് പറയുന്നത് ട്രഡീഷണൽ ഗ്രാൻഡസ് കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്ന മോഡലാണ്. ഈ ഒരു മോഡലിന്റെ വില എന്ന് പറയുന്നത് 5,92,00,000 രൂപയാണ്. 3ാം സ്ഥാനത്ത് ജേക്കബ് ആൻഡ് കോ. ക്രിയേറ്റിവിറ്റിയും യുണീക്നെസ്സും ലക്ഷറിയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു വാച്ച് കമ്പനിയാണ് ഈ ഒരു ജേക്കബ് ആൻഡ് കോ എന്ന് പറയുന്നത്. ജേക്കബ് ആൻഡ് കോയുടെ വാച്ചുകളിലേക്ക് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് എന്ന് പറയുന്നത് ബില്യണയർ അശോക എന്ന പേരിലുള്ള വാച്ചാണ്. ബില്യണയർ അശോക എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ മൊത്തവും 260 ഡയമണ്ട് പീസസും അതുപോലെ ഇതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറയുന്നത് വൈറ്റ് ഗോൾഡ് കൊണ്ടുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ വില എന്ന് പറയുന്നത് 34 കോടി രൂപയാണ്. അടുത്തത് റിച്ചാർഡ് മിൽ. റിച്ചാർഡ് മിൽ എന്ന് പറയുമ്പോൾ മലയാളികൾക്കിടയിൽ നമ്മുടെ സ്വന്തം ലാലേട്ടനിലൂടെ പ്രശസ്തമായ റിച്ചാർഡ് മിൽ തന്നെയാണ്. ഇനി റിച്ചാർഡ് മില്ലിലേക്ക് വെച്ച് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള മോഡൽ ഏതെന്ന് വെച്ചാൽ ടർബിലോൺ RM008. ഇതിൻ്റെ ഒരു വില എന്ന് പറയുന്നത് 60 കോടി രൂപയാണ്. ഈ 60 കോടി രൂപയ്ക്കൊക്കെ ആര് വാങ്ങിച്ചിടുമോ എന്തോ ഈ വാച്ചൊക്കെ അല്ലേ?
ഇതിൻ്റെ ഒരു ഡിസൈൻ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഫ്ലൂറസെൻ്റ് കളറാണ്. അടുത്തത് 1-ാം സ്ഥാനത്ത് ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള വാച്ച് ബ്രാൻഡ് എന്ന് പറയുന്നത് പട്ടേക് ഫിലിപ്പാണ്. പട്ടേക് ഫിലിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു വാച്ചുകളുടെ ലോകത്തിലേക്ക് വെച്ചൊരു ലെജൻഡ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെജൻഡറി സ്വിസ് വാച്ച് മേക്കർ കമ്പനിയാണ്. 175th കമമറേറ്റീവ് ഗ്രാൻഡ് മാസ്റ്റർ ഷൈം എന്ന് പറയുന്ന വാച്ചാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 213 കോടി രൂപയാണ്. 213 കോടി രൂപ. എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള മോഡലിൻ്റെ പേരും വിലയും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ ബൈ.